മാർച്ച് 31 ആയി 25-26 ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ബിസിനസ്സുകാർ തീർച്ചയായും ചെയ്തു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മാർച്ച് 30 മുമ്പ് എന്ത് ചെയ്യുക, ഇത് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. പ്രധാനമായും പാർട്ണർഷിപ്പ് ബിസിനസ് നടന്ന ആൾക്കാർക്കാണ് അവരുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷന് TDS നിർബന്ധമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ. അപ്പോൾ പല ആൾക്കാരും അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെനാൽറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർച്ച് 31 മുമ്പ് അത് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല TDSൻ്റെ കേസിൽ എല്ലാ പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളും ടാൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ചില സ്ഥാപനങ്ങൾക്ക് അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും, റെഗുലർ GST രജിസ്ട്രേഷൻ ആയിരിക്കും. അവർക്ക് കാര്യമായിട്ടുള്ള ടേൺ ഓവർ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ കേസിൽ അവർക്ക് കോമ്പോസിഷനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി മാർച്ച് 31. മാർച്ച് 31 കൂടി നമ്മുടെ GSTയിലെ ബില്ലിങ്ങിൻ്റെ സീരീസ് അവസാനിക്കുകയാണ്. അതായത് ഏപ്രിൽ 1 തൊട്ട് പുതിയ സീരിയൽ നമ്പർ വെച്ചിട്ട് വേണം ബില്ല് തുടങ്ങാൻ. പിന്നുള്ളത് 2025-26 സാമ്പത്തിക വർഷത്തെ നിങ്ങളുടെ ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്വാർട്ടർലി റിട്ടേൺ, മന്ത്ലി പേയ്മെൻ്റ് ഒക്കെ, അതായത് നമ്മുടെ QRMP സ്കീമൊക്കെ സെലക്ട് ചെയ്തവർ അവരുടെ ടേൺ ഓവർ 5 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ആവുന്നതാണ്. മറ്റൊരു കാര്യം, 5 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ B2B സെയിൽസുകൾക്ക് ഇൻവോയ്സിങ് മാൻഡേറ്ററി ആണ് ഏപ്രിൽ 1 മുതൽ. പല സ്ഥാപനങ്ങളുടെയും കണക്കിലെ സ്റ്റോക്കും ആക്ച്വൽ സ്റ്റോക്കും വ്യത്യാസം കാണാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, കൃത്യമായ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുക. പിന്നെ GSTയിൽ പല ഇൻപുട്ടുകളും നമ്മൾ എന്തുണ്ടാവും, നമ്മുടെ അറിവില്ലായ്മ കാരണം തെറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ അത് അറിയുമ്പോൾ അത് തിരിച്ചടക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റും മറ്റൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് റീകൺസിൽ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ ക്രെഡിറ്റേഴ്സിനെയും ഡെപ്റ്റേഴ്സിനെയും ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ളതും നമുക്ക് കിട്ടാനുള്ളതുമായിട്ടുള്ള എമൗണ്ടുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ബാലൻസും അവരുടെ ബാലൻസും എല്ലാം കൃത്യമല്ലേ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, GST 2.0 വന്നപ്പോൾ നമ്മുടെ സെയിൽസ് റിട്ടേൺ ഇതുവരെ നമുക്ക് പഴയ ടാക്സ് റേറ്റിൽ അടിക്കായിരുന്നു. ഇനി ഏപ്രിൽ 1 മുതൽ പഴയ ടാക്സ് റേറ്റിൽ അടിക്കാൻ പറ്റില്ല. സെയിൽസ് റിട്ടേണുകൾക്കെല്ലാം പുതിയ ടാക്സ് റേറ്റാണ് അപ്ലിക്കബിൾ ആവുക. അപ്പോൾ നിങ്ങളൊരു കച്ചവടക്കാരാണ് എന്നുണ്ടെങ്കിൽ മാർച്ച് 31 മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ ശ്രദ്ധിച്ച് കൃത്യമാക്കി വെക്കുക.